الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الحمد لله الذي أتم علينا نعمة الإسلام وأكمل لنا هذا الدين القيم وجعلنا به خير أمة أخرجت للناس نأمر بالمعروف وننهى عن المنكر ونؤمن بالله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا رأيتهم تعجبك أجسامهم وإن يقولوا تسمع لقولهم كأنهم خشب مسندة يحسبون كل صيحة عليهم هم العدو فاحذرهم قاتلهم الله أنى يؤفكون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ആദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും യഥാവിധി പാലിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമെന്ന് ആദ്യമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഗുണകാംക്ഷപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഗുരുനാഥന്മാർ, സുഹൃത്തുക്കൾ അടക്കമുള്ള സർവർക്കും അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജാഹിലിയ്യ അറബ് ചരിത്രത്തിൽ അസമ ബിന്ത് മത്റൂദ് എന്ന പേരായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ബുദ്ധി സാമർഥ്യം കൊണ്ടും അഭിപ്രായ സുബദ്ധത കൊണ്ടും അറേബ്യയിൽ അറിയപ്പെട്ടിരുന്ന അസമ ബിന്ത് മത്റൂദ്, അവൾക്ക് അതീവ സുന്ദരിയായിട്ടുള്ള ഒരു സഹോദരി ഉണ്ടായിരുന്നു. ഹൂദ് എന്നായിരുന്നു ആ സഹോദരിയുടെ പേര്. ഹൂദിന്റെ വിവാഹം അന്വേഷിച്ച് അസ്ദ് ഗോത്രത്തിൽ നിന്നും 7 സഹോദരന്മാർ അവരുടെ പിതാവിന്റെ അടുത്തെത്തി. ഹൂദിനെ പെണ്ണ് കാണാൻ വന്ന 7 ചെറുപ്പക്കാരും അതീവ സുന്ദരന്മാരാണ്. കൂടെ അവരുടെ സഹോദരി ഷാഫാവും ഉണ്ടായിരുന്നു. ഹൂദിന്റെ പിതാവ് അവരോട് പറഞ്ഞു, കുല്ലുക്കും ഖിയാറുൻ ഫഅഖീമു നറാ റഅയന. നിങ്ങൾ 7 പേരും യോഗ്യരാണ്. അതുകൊണ്ട് നിങ്ങളിൽ ആരെ തിരഞ്ഞെടുക്കണമെന്ന് ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ. ശേഷം വിവാഹിതയാവാൻ പോകുന്ന മകളോട് ആ പിതാവ് കൂടിയാലോചന നടത്തി. അപ്പൊ ആ മകൾ പറഞ്ഞത്, നിങ്ങൾ എനിക്ക് ആരാണോ യോഗ്യർ അവരെ കൊണ്ട് എന്നെ നിങ്ങൾ വിവാഹം കഴിപ്പിക്കുക. അങ്ങനെ പിതാവ് വന്നപ്പോൾ അവർ ചോദിച്ചു, നിങ്ങളിൽ ആരാണ് ഏറ്റവും ഉത്തമൻ? അവിടെ ഉണ്ടായിരുന്ന ഏക സഹോദരി തങ്ങളുടെ സഹോദരന്മാരുടെ ഗുണഗണങ്ങൾ ഓരോന്നോരോന്നായി പരിചയപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഷഹസാദ് തന്റെ 7 സഹോദരന്മാരുടെയും ഗുണവിശേഷണങ്ങൾ പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഹൂദ് തന്റെ സഹോദരിയായ അസമയോട് എന്താണ് നിന്റെ അഭിപ്രായം എന്ന് ചോദിച്ചു. അപ്പൊ അസമ പറഞ്ഞത്, തറൽ ഫിദ്യാന കന്നഖലി വമാ യുദ്രീക മദ്ദഖൽ. ഈ 7 മക്കളും നിരന്നു നിൽക്കുമ്പോൾ
ഒരു ഈന്തപ്പനത്തോട്ടത്തെ പോലെ തോന്നുന്നുണ്ട്. വളരെ മനോഹരമാണ് കാണാൻ, കാഴ്ചയിൽ നല്ല മനോഹാരിതയുണ്ട്, സൗന്ദര്യമുണ്ട്. പക്ഷെ ഈന്തപ്പന മരങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവ നിരന്നു നിൽക്കുമ്പോൾ കാണാൻ അതിമനോഹരമാണ്. പക്ഷെ നിരന്നു നിൽക്കുന്ന ഈന്തപ്പന മരങ്ങൾ പോലെ അല്ല എല്ലാ മരങ്ങളും ഒരുപോലെ അല്ല വിളവ് നൽകുന്നത്. അത് നല്ല വിളവ് നൽകിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഭാഗ്യം പരിഗണിച്ചുകൊണ്ട് ഇവരെ വിവാഹം കഴിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുകയുണ്ടായി. പക്ഷെ സഹോദരിയുടെ അഭിപ്രായം ഹൂദ് പരിഗണിച്ചില്ല. ആ 7 പേരിൽ മുദ്രിക്ക് എന്ന പേരായ യുവാവിനെ കൊണ്ട് തന്റെ വിവാഹം കഴിപ്പിക്കാൻ ആ സ്ത്രീ പിതാവിനോട് പറഞ്ഞു. അങ്ങനെ വിവാഹം കഴിഞ്ഞു. ദാമ്പത്യ ജീവിതം അധിക നാൾ മുന്നോട്ട് പോയില്ല. അതിനിടയിലാണ് ബനു മാലിക് എന്ന പേരായ ചില പോരാളികൾ ബനു അർലിനെ ആക്രമിച്ചത്. നിമിഷ നേരം കൊണ്ട് ബനു മാലിക് ബനു അർലിനെ കീഴടക്കി. നേരത്തെ പെണ്ണ് കാണാൻ വന്ന 7 മക്കൾക്കും പോരാട്ട വീര്യം ഉണ്ടായിരുന്നില്ല. ധൈര്യമോ ആർജവമോ അവർക്കുണ്ടായിരുന്നില്ല. കേവലം സൗന്ദര്യം കൊണ്ട് മാത്രമായിരുന്നു അവർ അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയത്. സംഭവിച്ചത് ഹൂദ് എന്ന പെൺകുട്ടിയെ അവർ ബന്ദിയാക്കി പിടിച്ചുകൊണ്ടുപോവുകയാണ് ഈ പോരാളികൾ ചെയ്തത്. പിടിച്ചുകൊണ്ടു പോകുന്ന വേളയിൽ അവർ കരഞ്ഞപ്പോ അവര് ചോദിച്ചു, നീ എന്തിനാ കരയുന്നത്? നിന്റെ ഭർത്താവിനെ വേർപിരിയുവാനുള്ള വിഷമം കൊണ്ടാണോ? ഹൂദ് പറഞ്ഞത് ഖബ്ബഹുല്ലാഹ്, എന്റെ ഇണ എത്ര വൃത്തികെട്ട ഇണയാണ്. അപ്പൊ അവര് പറഞ്ഞു, അദ്ദേഹത്തിന് നല്ല സൗന്ദര്യമുണ്ടല്ലോ. അപ്പൊ അവള് പറഞ്ഞു, ഖബ്ബഹുല്ലാഹു ജമാലൻ ലാ നഫ്അമഹു, ഉപകാരമില്ലാത്ത പ്രയോജനമില്ലാത്ത സൗന്ദര്യം കുറെ ഉണ്ടായിട്ട് എന്ത് പ്രയോജനമാണുള്ളത്? എന്റെ സഹോദരി അന്ന് പറഞ്ഞ വാക്ക് ഞാൻ കേട്ടിട്ടില്ലല്ലോ. എനിക്കത് കേൾക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ ഇന്ന് വിഷമിക്കുന്നു. അതിന്റെ പേരിലാണ് ഞാൻ കരയുന്നത് എന്ന് ആ മിടുക്കിയായ പെൺകുട്ടി പറയുകയുണ്ടായി. ഞാൻ ഈ കഥ പറയുന്നതിന് വേണ്ടിയല്ല, മറിച്ച് ഈ കഥയിൽ നിന്നാണ് പ്രശസ്തമായ അറബി ഭാഷയിലെ പഴഞ്ചൊല്ല് തറൽ ഫിദ്യാന കന്നഖലി വമാ യുദ്രീക മദ്ദഖൽ, ആളുകളെ കണ്ടാൽ അവർ ഈന്തപ്പന മരങ്ങളെ പോലെ അതീവ സുന്ദരമായി മനോഹരമായി പൂത്തുവിടർന്നു നിൽക്കുന്നു. ആളുകളൊക്കെയും ഈന്തപ്പന പോലെയാണ്. അവരെ കാണാൻ നല്ല മോടിയുണ്ട്, നല്ല കാഴ്ചയുണ്ട്. പുറം മോടി കൊണ്ട് ആളുകളെ അളന്നെടുക്കാൻ യഥാർത്ഥത്തിൽ നമുക്ക് സാധിക്കില്ല. ആളുകൾ എന്ത് നൽകുന്നു, അവരെന്ത് സമ്പാദിക്കുന്നു, അവരുടെ നിലപാട് എന്ത് എന്നുള്ളതാണ് വിഷയം. നമ്മൾ ഇന്ത്യ മഹാരാജ്യത്തെ ഇങ്ങേയറ്റത്ത് ജീവിക്കുന്ന ആളുകളാണ്. ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നയനാനന്ദകരമായ പ്രദേശം, കാണാൻ നല്ല മൊഞ്ചുള്ള സ്ഥലം ഏത് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അത്രമേൽ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ്, കേരളത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും സുരക്ഷിതമെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു നാടാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്. എല്ലാത്തിലും ഉപരി ഇന്ത്യയിൽ ആദ്യമായി ഇസ്ലാം എത്തിയത് നമ്മുടെ ഈ നാട്ടിലേക്ക് തന്നെയാണ്. അത്രമേൽ പാരമ്പര്യം പറയാനുള്ള, സൗന്ദര്യത്തിന്റെ ഗരിമ പറയാനുള്ള ഒരു നാട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. അതിനു പുറമെ അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് പ്രകൃതി വിഭവങ്ങൾ നമുക്ക് സവിശേഷമായി നമ്മുടെ നാടിന് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. നാടിന്റെ ആത്മീയ പാരമ്പര്യവും ഭൗതികമായ സമ്പത്തും ധാതു വിഭവങ്ങളും ഫലവിഭവങ്ങളും പരിശോധിക്കുമ്പോൾ നമ്മുടെ നാട് അതിന്റെ മനോഹരിതയാൽ സമ്പന്നമാണ്, സമ്പുഷ്ടമാണ്. ഇത്രയൊക്കെ മനോഹാരിതകൾ നിറഞ്ഞ ഒരു നാടായിട്ട് പോലും നമ്മുടെ നാട്ടിൽ ഒരു വസ്തുവിന്റെ കുറവുണ്ട്, ഒരു വിഭവത്തിന്റെ കുറവുണ്ട്. അറബിയിൽ അതിന് മൗലിദ് തിരിച്ചാൽ ഏറ്റവും അമൂല്യമായ വിഭവങ്ങളുടെ കുറവെന്ത് എന്ന് ചോദിച്ചാൽ നിലപാടുള്ള വ്യക്തികൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്നതാണ് നമ്മുടെ നാട് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദാരിദ്ര്യം എന്ന് പറയുന്നത്. ഒരു സമൂഹം നിലനിൽക്കുന്നത്, ആ സമൂഹത്തിന്റെ സംസ്കാരത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്
അല്ലെങ്കിൽ ഒരു നാടിന്റെ മുന്നോട്ടുള്ള ഗമനത്തിന്റെ നവോത്ഥാനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൽ നട്ടലുള്ള ആളുകൾ, നിലപാടുള്ള മനുഷ്യർ ഉണ്ടാവുക എന്നതാണ്. വ്യക്തിത്വത്തിന്റെ മാനദണ്ഡം യഥാർത്ഥത്തിൽ പ്രായമല്ല. 19 വർഷം ജീവിച്ച് ചെറിയ കുഞ്ഞുങ്ങളെ പോലെ സ്വപ്നം കാണുന്ന നിസാരമായ കാര്യങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ആളുകളായി പലപ്പോഴും വലിയ നിലപാടുകൾ ഉണ്ടാവേണ്ട മുസ്ലിം ഉമ്മത്തിലെ വ്യക്തികൾ മാറിപ്പോകുന്നുണ്ട് എന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. താടി വെച്ച, മീശ മുളച്ച ചെറിയ കുഞ്ഞുങ്ങൾ എന്ന് അത്തരം ആളുകളെ നമുക്ക് വിശേഷിപ്പിക്കാം. വിശുദ്ധമായ ഖുർആൻ അത്തരം ഒരു വിഭാഗത്തെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. അവിടെ വിശ്വാസികളെ കുറിച്ച് പറയുമ്പോൾ ഖുർആന്റെ വാചകം وَمِنْهُمْ مَنْ يَلْمِزُكَ فِي الصَّدَقَاتِ فَإِنْ يُعْطُوا مِنْهَا رَضُوا وَإِنْ لَمْ يُعْطَوْا مِنْهَا إِذَا هُمْ يَسْخَطُونَ. അവിടെ വിശ്വാസികളായ ആളുകൾക്ക് അവർക്ക് യുദ്ധാർജിത സമ്പത്ത് കിട്ടിയാൽ, ഗനീമത്ത് മുതൽ കിട്ടിയാൽ, അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും ദാനധർമ്മങ്ങളുടെ പങ്ക് കിട്ടിയാൽ അവരതിൽ സംതൃപ്തരാകും, സംപ്രീതരാകും. ഇനി അവർക്ക് ഗനീമത്തോ സദഖകളോ കിട്ടിയില്ല എങ്കിൽ അതൊരു വലിയ പ്രശ്നമാക്കിക്കൊണ്ട് നടക്കും. ചെറിയ പ്രശ്നങ്ങളുടെ ഉടയ തമ്പുരാന്മാരാണ് പലപ്പോഴും മുസ്ലിം ഉമ്മത്തിലെ മുഅ്മിനീങ്ങൾ. ഞാൻ പറഞ്ഞത് പ്രായം ഒരിക്കലും നമ്മുടെ വ്യക്തിത്വത്തെ അടയാളപ്പെടുത്തുന്നില്ല. ചില ആളുകൾ വളരെ കുറഞ്ഞ പ്രായത്തിൽ തന്നെ സമൂഹത്തിൽ ആർജവമുള്ള നിലപാടുകൾ എടുക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയായിരിക്കുന്ന വേളയിൽ അദ്ദേഹം ഒരു വഴിയിലൂടെ സഞ്ചരിക്കുകയാണ്. അദ്ദേഹം സഞ്ചരിക്കുന്ന വഴിയിൽ കുറെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ട ഉടനെ വഴിയിൽ കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങളെല്ലാം തടിയൂരി അവർ പല വഴികളിലേക്ക് ഓടി രക്ഷപ്പെട്ടു. പക്ഷേ ഒരു കുഞ്ഞ് മാത്രം അവിടെ അചഞ്ചലനായി നിൽക്കുന്നുണ്ടായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു മാത്രം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല കുഞ്ഞ് സുബൈറിനോട് ചോദിച്ചു, ലിമാദാ വഖഫ്ത യാ ഗുലാം ഫലം തഅദ് മഅ അസ്ഹാബിക്. അല്ല മോനെ, നീ എന്താണ് ഓടിയില്ല നിന്റെ കൂട്ടുകാരുടെ കൂടെ? അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്ന കുഞ്ഞ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പറയുന്ന ഒരു വർത്തമാനം ചരിത്രത്തിൽ കാണാം. യാ അമീറുൽ മുഅ്മിനീൻ ലം അഖ്തരിഫ് ദംബൻ ഫഅഖാഫു മിൻക. താങ്കളെ ഭയപ്പെടാൻ ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ അമീറുൽ മുഅ്മിനീൻ. വലം തകുനി തരീഖു ദീഖതൻ ഫഉവസ്സിഉഹാ ലക. ഈ വഴിയാണെങ്കിൽ അത്രമാത്രം ഇടുങ്ങിയതല്ല. ഞാൻ ഇവിടെ നിന്നാലും താങ്കൾക്ക് സൗകര്യപൂർവ്വം എന്റെ സമീപത്ത് കൂടെ നടന്നു പോകാം. ഞാൻ അതിന് പേടിച്ച് ഓടി ഒളിക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് കുഞ്ഞ് അബ്ദുല്ലാഹി ഇബ്നു സുബൈറിന്റെ വർത്തമാനം വല്ലാത്ത സന്തോഷമായി. അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് വർത്തമാനം പറഞ്ഞു എന്ന് ചരിത്രത്തിൽ കാണാം. കുഞ്ഞു പ്രായത്തിൽ ധീരമായ നിലപാടെടുത്ത അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പിന്നീട് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് അക്രമിയായ ഹജ്ജാജിന്റെ മുമ്പിൽ നെഞ്ചു വിരിച്ച് ഷഹാദത്ത് വരിച്ച് അദ്ദേഹത്തിന്റെ കാലത്ത് തെരുവിൽ ക്രൂശിക്കപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു എന്ന രക്തസാക്ഷിയുടെ രൂപത്തിലാണ് സാക്ഷാൽ ഖലീഫയുടെ മുമ്പിൽ ധൈര്യം പ്രകടിപ്പിച്ച ആ കുഞ്ഞിനെ പിന്നീട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരിക്കൽ ഖലീഫയുടെ അടുക്കൽ ഒരു പറ്റം ആളുകൾ വന്നു. ഒരു സംഘം ആളുകളാണ് അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നത്. ആ സംഘത്തിൽ വലിയ പ്രായമുള്ള ആളുകൾ ഉണ്ടായിരിക്കെ, താടി നരച്ച ആളുകൾ ഉണ്ടായിരിക്കെ, ആ സംഘത്തിന്റെ പ്രതിനിധിയായി ഖലീഫയുടെ മുമ്പിൽ സംസാരിക്കാൻ വരുന്നത് വെറും 10 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ഖലീഫ അവനോട് ചോദിക്കുന്നുണ്ട്, ലിയതഖദ്ദം മൻ ഹുവ അസന്ന മിൻ. നിന്നേക്കാൾ പ്രായമുള്ള പലരുമില്ലേ നീ വന്ന സംഘത്തിൽ? അവരാരെങ്കിലും എന്നോട് സംസാരിക്കട്ടെ. അവൻ ഖലീഫയോട് പറഞ്ഞൊരു വർത്തമാനമുണ്ട്. യാ അമീറുൽ മുഅ്മിനീൻ ലൗ കാനൽ അംറു ബിസ്സിന്നി ലകാന ഫിൽ ഉമ്മത്തി മൻ ഹുവ ഔലാ മിൻക ബിൽ ഖിലാഫ. കാര്യങ്ങളുടെ മാനദണ്ഡം താങ്കൾ പറഞ്ഞതുപോലെ താടിയുടെയും മുടിയുടെയും കറുപ്പാണെങ്കിൽ, താങ്കൾ പറഞ്ഞതുപോലെ കാര്യം പ്രായമാണ് പ്രശ്നമെങ്കിൽ, ഖലീഫയുടെ കസേരയിൽ ഇരിക്കാൻ അങ്ങയേക്കാൾ വലിയ യോഗ്യരായ പലരുമുണ്ട്. فإذا منح الله عبدا لسانا لافظا وقلبا حافظا فقد أجاد له الاختيار فقد استحق له بالتقدم والكلام. യോഗ്യത ബുദ്ധിയാണ്, യോഗ്യത സംസാരിക്കാനുള്ള കഴിവാണ്. യോഗ്യത എന്ന് പറയുന്നത്
ഒരു മനുഷ്യനുണ്ടാവേണ്ട നിലപാടിന്റെ പേരാണ്. അതുള്ള ആളുകളാണ് മുന്നോട്ട് വരേണ്ടത്. അമീറുൽ മുഅ്മിനീൻ, അങ്ങക്കത് അറിയുകയില്ലേ എന്ന് പറഞ്ഞ് ആ പയ്യൻ ഖലീഫയുടെ മുമ്പിൽ തുറന്നടിച്ച് അവൻ പറഞ്ഞു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. ബാഹ്യമോടിക്ക് ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല. പല ആളുകളും വിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വിലയിരുത്താറുള്ളത് ആളുകളുടെ വലിപ്പം നോക്കിയിട്ടാണ്, ആളുകളുടെ ബാഹ്യമായ ചേരഴകൾ നോക്കിയിട്ടാണ് പലപ്പോഴും യോഗ്യതകൾ തീരുമാനിക്കാറുള്ളത്. അവർക്ക് വലിയ താടിയുണ്ടോ, ആ മനുഷ്യന് വലിയ നിസ്കാരത്തഴമ്പുണ്ടോ, അല്ലെങ്കിൽ ആ മനുഷ്യൻ വലിയ നീളത്തിലുള്ള തൊപ്പി ധരിച്ചിട്ടുണ്ടോ, അതുമല്ലെങ്കിൽ ആളുകൾ ഇസ്ലാമിൻ്റെത് എന്ന് ധരിച്ചു വശായ ഏതെങ്കിലും വേഷവിധാനങ്ങളും വീക്ഷണങ്ങളും അലാമത്തുകളും ഒരാളിലുണ്ടോ, ഇത് നോക്കിയിട്ടാണ് പലപ്പോഴും ആളുകൾ സമൂഹം യോഗ്യത അവർ വെച്ചു പുലർത്താറുള്ളത്. ഒരു പള്ളിയിൽ ഒരു ഖത്തീബിനെ നിർണയിക്കുന്ന സ്ഥലത്ത് ആ ഉസ്താദിന് വയറില്ലല്ലോ എന്നാണ് അവിടെയുള്ള കമ്മിറ്റിക്കാർ അവർ ആലോചിച്ചത്. എന്ന് പറഞ്ഞാൽ യോഗ്യതയെ സംബന്ധിച്ച വലിപ്പവും മാനദണ്ഡവും ഒരാളുടെ കുടവയറുമൊക്കെ മാനദണ്ഡമായി മാറുന്ന കാലത്ത് ദീനുൽ ഇസ്ലാം പറയുന്നത് ഒരു മനുഷ്യന്റെ യോഗ്യത, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആലയുടെ മുമ്പിൽ നിലപാട് പറഞ്ഞ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആലയെ പോലെയുള്ള വ്യക്തികളാണ് സമൂഹത്തിൽ ഉണ്ടാവണമെന്നാണ്. പലപ്പോഴും ആളുകൾ വിലയിരുത്താറുള്ളത് സ്ത്രീയേക്കാൾ വലിയ സ്ഥാനം പുരുഷന്മാർക്ക് നൽകാറുണ്ട്. അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് സ്ത്രീക്ക് നിലപാടില്ല എന്നതാണ്. പുരുഷനാണ് നിലപാടുള്ളത് എന്നാണ് പലപ്പോഴും പറയാറുള്ളത്. സ്ത്രീകൾക്ക് നിലപാടില്ല. വിശുദ്ധമായ ഖുർആനിൽ തന്റെ ഭാര്യയുടെ വിഷയത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ തർക്കിക്കുന്നവ ഒരു സ്ത്രീയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നിലപാട് പറഞ്ഞ ഒരു സ്ത്രീ തന്റെ ഭർത്താവിനെ കുറിച്ച് പ്രവാചകന്റെ മുമ്പിൽ നിലപാട് പറഞ്ഞ ഒരു സ്ത്രീയുടെ പേരിലാണ് വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് പോലും ഉള്ളത്. ആ സൂറത്തിന് അല്ലാഹുവിന്റെ ഖുർആൻ നാമകരണം ചെയ്തത് അൽ മുജാദില, തർക്കിച്ചവൾ എന്നാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശരീരമല്ല യോഗ്യതയുടെ മാനദണ്ഡം, ബാഹ്യരൂപങ്ങളല്ല യോഗ്യതയുടെ മാനദണ്ഡം. വിശുദ്ധ ഖുർആൻ മുനാഫിക്കുകളെ വളരെ ശക്തമായ ഭാഷയിൽ അല്ലാഹു തആല കുടഞ്ഞറിയുന്നത് സൂറത്ത് അൽ മുനാഫിഖൂനിൽ കാണാം. വഇദാ റഅയ്തഹും തുഅജിബുക അജ്സാമുഹും. ഇത്തരം ആളുകൾ, യോഗ്യരെന്ന് നടിച്ച ആളുകൾ, അവരെ കണ്ടാൽ അവരുടെ അടുത്ത് ചെന്നിരിക്കാൻ നമുക്ക് തോന്നും. അത്ര ആകർഷണീയമായിരിക്കും അത്തരം മനുഷ്യർ. അവരുടെ പെരുമാറ്റം, അവരുടെ ബാഹ്യരൂപത്തെ നിങ്ങളിൽ ആകർഷിപ്പിക്കും. അവരുടെ വാക്കുകൾ അതീവമായ ഭംഗിയുള്ള മധുരത്തിൽ ചാലിച്ചെടുത്ത വാക്കുകളായിരിക്കും. കേട്ടിരുന്നു പോകുന്ന വർത്തമാനം പറയുന്ന മനുഷ്യർ. വിശുദ്ധ ഖുർആൻ പറയുന്നു, പക്ഷേ അവരെ കൊണ്ട് ഒരു ഉപകാരവുമില്ല. സമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ, നിർണായകമായ വിഷയങ്ങൾ ആർജവത്തോടുകൂടി നേരിടാൻ, ഒന്ന് അഭിപ്രായം പറയാൻ, പ്രസ്താവന ഇറക്കാൻ, നിലപാടെടുക്കാനുള്ള തന്റെ ഇടം അത്തരം ആളുകൾക്കുണ്ടാവില്ല. ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞു നിർത്തുന്നത് ചാരി വെക്കപ്പെട്ട മരത്തടികൾ പോലെയാണ് അത്തരം ആളുകൾ എന്ന് വിശുദ്ധ ഖുർആൻ കപട വിശ്വാസികളെ കുറിച്ച് പറയുന്നുണ്ട്. വെറുതെ ഒന്ന് തൊട്ടുകൊടുത്താൽ താലേക്ക് വീണു പോകുന്ന ആളുകൾ. അവരെ കാണാൻ വലിയ ഭംഗിയായിരിക്കും. കാണാൻ വലിയ ഭംഗിയുള്ള ആളുകൾ, മോടിയുള്ള ആളുകൾ. പക്ഷേ അവർ വർത്തമാനം പറഞ്ഞാൽ, അവരുടെ വലിയ പ്രഭാഷണങ്ങൾ കേട്ടാൽ നിങ്ങൾ അവരിൽ കാതോർക്കും. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറച്ചുകൂടി വിശദീകരിച്ചുകൊണ്ട് അവരെ പറയുന്നുണ്ട്, ഇന്നഹു ലയത്തിർ റജുലു സമീനുൽ അദീമു യൗമൽ ഖിയാമ ലാ യസിനു ഇൻദല്ലാഹി ജനാഹ ബഊലത്തിൻ. നല്ല തടിയനായ, നല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ പരലോകത്ത് വരും. പക്ഷെ അല്ലാഹുവിന്റെ അടുത്ത് ലാ യസിനു ഇൻദല്ലാഹി ജനാഹ ബഊലത്തിൻ, ഒരു കൊതുകിന്റെ ചിറകിന്റെ അത്ര പോലും വില ആ മനുഷ്യർക്ക് ഉണ്ടാവില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി മക്കയിൽ നിന്നും അദ്ദേഹം ഈജിപ്തിലേക്ക് പോവുകയാണ്. വെറും കൈയോടുകൂടി യാത്ര ചെയ്യുന്ന ഇമാം ഷാഫിഈ ഈജിപ്തിൽ അദ്ദേഹത്തിന് എത്തേണ്ടതുണ്ട്. കയ്യിൽ നയാ പൈസയില്ല. അങ്ങനെ അദ്ദേഹം വഴിയിൽ യാത്ര ചെയ്യുന്ന വേളയിൽ അദ്ദേഹത്തിന്റെ പൈസ തീർന്നുപോയി. കയ്യിലുണ്ടായിരുന്ന വളരെ കുറഞ്ഞ പൈസ അദ്ദേഹത്തിന് ചെലവായി തീർന്നുപോയി. ഇബ്നു സബീലാണ് ഇസ്ലാമിക ഫിഖ്ഹിന്റെ ഭാഷയിൽ അദ്ദേഹം വഴിയാത്രികനാണ്. യാത്രകളിൽ അദ്ദേഹം പള്ളികളിലൊക്കെ കയറി ഇറങ്ങും.
യാത്രക്കാരെ മറ്റുള്ളവർ സഹായിക്കുമെന്ന് വിചാരിച്ച് അദ്ദേഹം എല്ലായിടത്തും ഒന്ന് വിശ്രമിച്ചു പോകും. മാത്രവുമല്ല, അക്കാലത്ത് അറിയപ്പെട്ട വിശ്രുതനായ പണ്ഡിതനാണ് ഇമാമെ ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. പക്ഷെ ഒരു മനുഷ്യനും അദ്ദേഹത്തെ പരിഗണിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ വേഷം യാത്രയിൽ മുഷിഞ്ഞു പോയിരിക്കുന്നു. നിരന്തരമായ യാത്രയായിരുന്നു അത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പള്ളിയിലെ വെള്ളിയാഴ്ച തുറന്നു നടക്കുന്ന ഈ കളക്ഷൻ ആത്മാർത്ഥമായി നിങ്ങളെല്ലാവരും അതിൽ സഹകരിക്കണം എന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്. പള്ളിയുടെ ദൈനംദിന കാര്യങ്ങൾക്കല്ല, മറിച്ച് വളരെ സാധുക്കളായ ആളുകളുടെ ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അത് ചിലവഴിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മാർത്ഥമായി ചിലവഴിക്കാൻ നമ്മേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ യാത്രയിൽ ആളുകൾ പരിഗണിക്കാത്തത് കണ്ട് അദ്ദേഹം ചൊല്ലുന്ന ഒരു കവിതാശകലമുണ്ട്. അലയ്യ തിയാബുൽ ലൗ തുബാഉ ജമീഉഹാ ബിഫലസിൻ ലകാനൽ ഫലസു മിൻഹു അൻ അക്സറ. എന്റെ ശരീരത്തിൽ ഒരു വസ്ത്രമുണ്ട്. ആ വസ്ത്രം കണ്ടാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് പിടിച്ചെന്ന് വരില്ല. ഫീഹിന്ന നഫ്സുൻ ലൗ തുഖാസു ബിബഅലിഹാ നുഫൂസുൽ വറാ കാനത് അജല്ല വ അക്ബറ. പക്ഷെ ആ വസ്ത്രം പൊതിഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, ആ വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തിയെ നിങ്ങൾ അളവെടുത്താൽ ഒരുപക്ഷെ മറ്റു പലർക്കും മീതയായിരിക്കും അദ്ദേഹത്തിന്റെ സ്ഥാനം എന്ന് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പരിഗണിക്കാത്ത ആ സമൂഹത്തിന്റെ മുമ്പിൽ തന്റെ അവസ്ഥ ഓർത്തുകൊണ്ട് അദ്ദേഹം പാടിവെക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത്, ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തെ കുറിക്കുന്നത് ഒരാൾക്ക് പ്രായമുണ്ട് എന്നതല്ല, ഒരാൾക്ക് ആരോഗ്യമുണ്ട് എന്നതല്ല, ഒരാൾക്ക് സമ്പത്തോ സ്ഥാനമാനമോ പുറമോടിയോ അദ്ദേഹത്തിനുണ്ട് എന്നതല്ല, മറിച്ച് നല്ല നിലപാടുകൾ എടുക്കാൻ ഒരാൾക്ക് സാധിക്കുക എന്നതാണ് ഒരു വ്യക്തിത്വത്തിന്റെ അടയാളം. ആവശ്യമായി വരുന്ന സന്ദർഭത്തിൽ സത്യത്തിന്റെ കൂടെ നിൽക്കാൻ, ഏതൊരു നിർണായക നിമിഷത്തിലും സത്യം തുറന്നു പറയാനുള്ള ആർജവം ഒരു വിശ്വാസിക്കുണ്ട് എങ്കിൽ അവനാണ് യഥാർത്ഥ വ്യക്തിത്വമുള്ളവൻ എന്നാണ് ദീൻ പറഞ്ഞത്. ഞാൻ മുസ്ലിം അല്ലേ, അതുകൊണ്ട് മുസ്ലിമീങ്ങൾ ചെയ്യുന്നതെല്ലാം ന്യായീകരിച്ച് കളയണം. ഞാനൊരു സംഘടനയുടെ ഭാഗമല്ലേ, അതുകൊണ്ട് എന്റെ സംഘടനയും എന്റെ രാഷ്ട്രീയ പാർട്ടിയും ചെയ്യുന്നത് അതിനെയെല്ലാം അങ്ങ് ന്യായീകരിച്ച് കളയാം. ഞാൻ ഇന്ന തറവാട്ടിൽ പിറന്നവനല്ലേ, അതുകൊണ്ട് ആ തറവാടിനെ ന്യായീകരിച്ചുകൊണ്ട് കുറച്ചു നേരം ഞാൻ സംസാരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഇസ്ലാമിന്റെ വ്യക്തിത്വത്തെ അടയാളപ്പെടുത്തുന്നില്ല എന്ന് മാത്രമല്ല, ഇസ്ലാമിക വിരുദ്ധമാണ്. ന്യായത്തിന്റെ കൂടെ നിൽക്കാൻ, സത്യത്തിന്റെ കൂടെ നിൽക്കാൻ, ദുർബലരുടെ, അടിച്ചമർത്തപ്പെട്ടവരുടെ, അവകാശങ്ങൾ ഹനിക്കപ്പെട്ട മനുഷ്യരുടെ കൂടെ നിൽക്കാൻ നമുക്ക് മനസ്സുണ്ടോ എന്നതാണ് നമ്മുടെ വ്യക്തിത്വത്തെ ദീൻ അടയാളപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം. ഇസ്ലാമിലെ വ്യക്തിത്വം എന്നുള്ളത് അത് ഈമാനിൽ നിന്നും പുറത്തു വരുന്നതാണ്. ഇസ്ലാമിന്റെ ജിഹാദ് അതിന്റെ ത്യാഗവീര്യത്തിന്റെ ഭാഗമാണ്. ഈമാനാണ് നമ്മുടെ വ്യക്തിത്വത്തെ അടയാളപ്പെടുത്തേണ്ടുന്നത്. ആദ്യകാല ഇസ്ലാമിക ചരിത്രത്തിൽ, ആ ചരിത്രത്തിലെ നാടുകളിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് മരങ്ങൾ കിളിർത്ത് പൂത്തു നിൽക്കുന്നത് പോലെ നല്ല നിലപാടുള്ള വ്യക്തിത്വങ്ങൾ ആ സമൂഹത്തിൽ മരം പോലെ വളർന്നു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആന്റെ ഭാഷയിൽ കസറഇൻ അഖ്റജ ശതറഹു ഫആസറഹു ഫസ്തഗ്ലബ ഫസ്തവ അലാ സൂഖി യുഅജിബു സുറാഅ ലിയഗീള ബിഹിമുൽ കുഫാർ. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് മരങ്ങൾ കിളിർക്കുന്നത് പോലെ വിശ്വാസികൾ കിളിർത്തു നിന്നിരുന്ന ഉത്തമ നൂറ്റാണ്ടിലെ നല്ല മുസ്ലിമീങ്ങൾ, ദൃഢമായി അചഞ്ചലമായി സത്യത്തിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്ന ആളുകൾ. പക്ഷെ ഇന്ന് ഈ ആളുകളെ കണ്ടെത്തണമെങ്കിൽ, നിലപാടുള്ള വ്യക്തികളെ കണ്ടെത്തണമെങ്കിൽ മണ്ണിൽ കുടിച്ചു നോക്കേണ്ടുന്ന സാഹചര്യമുള്ള ഒരു കാലത്താണ് നമ്മളുള്ളത്. ഏത് വിഷയത്തിലാണ് നമുക്ക് നിലപാടുള്ളത്? ഒരു വീട്ടിൽ, നമ്മുടെ വീടുകളിൽ കല്യാണം വന്നാൽ നമ്മുടെ നിലപാടുകൾ അവിടെ തീർന്നു പോകും. നമുക്കൊരു നിർണായകമായ ഘട്ടത്തിൽ തീരുമാനമെടുക്കേണ്ട സാഹചര്യം വന്നാൽ നമ്മുടെ ഈമാനിക നിലപാടിനെ നമ്മൾ മാന്തി നോക്കിയാലും നമുക്ക് കാണാൻ കഴിയില്ല. സ്വർണത്തിന് വേണ്ടി കുഴിച്ചെടുക്കുന്നത് പോലെ നിലപാടുള്ള ആളുകൾക്ക് വേണ്ടി കുഴിച്ചെടുക്കേണ്ടുന്ന ഒരവസ്ഥ യഥാർത്ഥത്തിൽ സംജാതമായിരിക്കുന്നു. ജാഹിലിയ്യത്തിന്റെ ചരിത്രം നമ്മളൊന്ന് പഠിക്കേണ്ടതാണ്. ചരിത്ര പുസ്തകങ്ങളിൽ ജാഹിലിയ്യ കാലഘട്ടത്തെ അടയാളപ്പെടുത്താറുള്ളത് ഇരുൾ മുറ്റിയ ഒരു കാലഘട്ടം എന്ന അർത്ഥത്തിലാണ്. ആ ജാഹിലിയ്യത്തിൽ പോലും, ജാഹിലിയ്യത്തിലെ ചില വീരന്മാരായിട്ടുള്ള ആളുകളെ കുറിച്ച് ചരിത്രം പറയുന്നത് അവരൊക്കെയും ഇരുണ്ട യുഗത്തിലായിരുന്നെങ്കിലും നല്ല നിലപാടുള്ള മനുഷ്യരായിരുന്നു ജാഹിലിയ്യത്ത് എന്ന് കാണാൻ കഴിയും. അൻതറ എന്ന് പറയുന്ന ഒരു കവിയുണ്ട്.
അറേബ്യൻ ജാഹിലിയത്തിലെ പ്രസിദ്ധനായ കവിയാണ് അന്തറത്ത് ബിൻ ഷദ്ദാദ്. അയാൾ സത്യത്തിന് വേണ്ടി പോരാടുക എന്നതായിരുന്നു അയാളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ നിലപാട്. ഇരുണ്ട യുഗത്തിലെ ജാഹിലിയത്തിലെ ഒരു മനുഷ്യനെ കുറിച്ചാണ് പറഞ്ഞത്. എന്നു മാത്രമല്ല, അയാൾ സത്യത്തിന് വേണ്ടി പോരാടിയതിനു ശേഷം തനിക്ക് ആ പോരാട്ടത്തിൽ കിട്ടിയ ഗനീമത്ത് സ്വീകരിക്കാതെ തിരിച്ചു പോകാൻ ഒരു മടിയോ ഒരു മര്യാദയോ അദ്ദേഹം വെച്ചു പുലർത്തിയിരുന്നു എന്ന് അൻതറത്ത് ബിൻ ഷദ്ദാദ് എന്ന ജാഹിലി കവിയെ കുറിച്ച് ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. ജാഹിലി കാലത്ത് അറബികൾ ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കായിരുന്നു. നല്ലതിനാണെങ്കിലും അത് തിന്മയ്ക്കാണെങ്കിലും അവർക്കൊരു വാക്കുണ്ടായിരുന്നു. ആ വാക്ക് സത്യത്തിൽ ചാലിച്ചെടുത്ത വർത്തമാനമായിരുന്നു. അവർ പറഞ്ഞ വാക്കിന് വേണ്ടി അവരുടെ കയ്യിലുള്ളതെല്ലാം ത്യജിക്കാൻ, പണയപ്പെടുത്താൻ, ജീവൻ പോലും പണയപ്പെടുത്താൻ അവർ പറഞ്ഞ വാക്കിന് ഒരു സത്യമുണ്ട് എന്ന് മനസ്സിലാക്കി ആ വാക്യത്തിൽ ഉറച്ചു നിന്നിരുന്നു അത്തരം ആളുകൾ. വലാ അഖൂലു നഅം യൗമൻ ഫഅത്ബിഉഹാ മൻഅൻ വലൗ ദഹബത് ബിൽ മാലി വൽ വലദി. ഞാനൊരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ, ഞാനൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് പൂർത്തീകരിക്കാൻ എന്റെ സമ്പത്തും എന്റെ സന്താനങ്ങളവരെയും ത്യജിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പാടിയ ഒരു ജാഹിലിയ കവിയുടെ കവിതയാണ് ഈ പറഞ്ഞത്. ഇസ്ലാമിലും ഉണ്ടായിരുന്നു ഇതുപോലെയുള്ള മക്കൾ. യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടിയിരുന്നത് മുസ്ലിം സൊസൈറ്റിയിലായിരുന്നു. ആർജവമുള്ള നിലപാടുള്ള മക്കൾ. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ കാലത്ത് ചില ആഭ്യന്തര സംഘർഷങ്ങൾ മുസ്ലിം ഉമ്മത്തിലുണ്ടായി. ആ സന്ദർഭത്തിൽ അവിടെയുള്ള വിശ്വാസികളെ ആക്ഷേപിച്ചുകൊണ്ട് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. യാ അശ്ബാഹൽ റിജാലി വലാ റിജാൽ ഹുലൂമുൽ അത്ഫാലി വഅഖൂലു റബ്ബാത്തിൽ ഹിജാൽ. നിങ്ങളെ കണ്ടാൽ ആണുങ്ങളാണ് എന്ന് തോന്നും, പക്ഷെ നിങ്ങൾ ആണുങ്ങളല്ല. ജിഹാദിന് പോയി ജിഹാദ് നടത്താതെ തിരിച്ചു വന്ന ആളുകളെ ആക്ഷേപിച്ചുകൊണ്ട് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിങ്ങളെ കണ്ടാൽ ആണുങ്ങളാണ് എന്ന് തോന്നും, പക്ഷെ നിങ്ങൾ ആണുങ്ങളല്ല. ചെറിയ കുട്ടികളുടെ സ്വപ്നവും ചെറിയ കുട്ടികളുടെ ബുദ്ധിയുമാണ് നിങ്ങൾക്കുള്ളത് എന്ന് നിലപാടില്ലാത്ത മനുഷ്യരെ കുറിച്ച് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ആ പോരാളികളെ ആക്ഷേപിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയും യഥാർത്ഥത്തിൽ മൗരിദുർ റിജാൽ, നല്ല നിലപാടുള്ള മനുഷ്യരില്ല എന്നതാണ് മുസ്ലിം ഉമ്മത്ത് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദാരിദ്ര്യം. ഖഹ്തുർ റിജാൽ, റിജാലുകളുടെ, ആണുങ്ങളുടെ ദാരിദ്ര്യമാണ് മുസ്ലിം ഉമ്മത്ത് അനുഭവിക്കുന്നത്. നമുക്ക് താങ്ങാവുമെന്നും തണലാവുമെന്നും പ്രതീക്ഷിക്കുന്ന വലിയ സ്ഥാനമുള്ള ആളുകൾ, സമൂഹത്തിലെ സ്വാധീനമുള്ള ആളുകൾ, സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകൾ മുസ്ലിം ഉമ്മത്തിൽ നിന്ന് ഒരു ധീരമായ നിലപാടെടുക്കേണ്ട സന്ദർഭത്തിൽ അവർ കൈമലർത്തുന്നത് കാണാം. ഇദാ ഉസീബൽ ഖൗമു ഫീ അഖ്ലാഖിഹിം ഫഅഖിം അലൈഹിം മഅ്തമൻ വഅബീല. ഈ ഉമ്മത്തിന്, അതിന്റെ വ്യക്തിത്വത്തിന്, അതിന്റെ നിലപാടിന് കോട്ടം തട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് അനുശോചനം നടത്താം, പാവിട്ട് നിലവിളിക്കാം എന്ന് കവി പറയുന്നത് പോലെ നിലപാടില്ലാത്ത ഒരു സമൂഹം, ഒരു സൊസൈറ്റിയിൽ വളർന്നു കഴിഞ്ഞാൽ അവരെ കുറിച്ച് ഓർത്ത് നമുക്ക് അനുശോചിക്കാം എന്ന് മാത്രമാണ് കവി പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം നമ്മുടെ വ്യക്തിത്വത്തിന് മൂർച്ച കൂട്ടേണ്ടതുണ്ട് എങ്കിൽ നമ്മുടെ നിലപാടുകൾക്ക് മൂർച്ച കൂട്ടേണ്ടതുണ്ട്. ഒരു മനുഷ്യൻ അയാൾ ഇസ്ലാമിലേക്ക് ആകൃഷ്ടനായപ്പോൾ അദ്ദേഹത്തോട് എന്തുകൊണ്ടാണ്, എങ്ങനെയുണ്ട് ഇസ്ലാം എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി, മാ അർവഅഹു ബിദ്ദീൻ. ഈ ദീൻ എത്ര മനോഹരമായ ദീനാണ്, ഈ ഇസ്ലാം എത്ര ആകർഷണീയമായ മതമാണ്. ലൗ കാന ലഹു റിജാലുൻ, ആ ദർശനം ഏറ്റെടുക്കാൻ പ്രാപ്തമായ പോരാളികൾ, വ്യക്തിത്വങ്ങൾ അതിലുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഈ അടുത്ത് ഇസ്ലാം സ്വീകരിച്ച, ഇസ്ലാമിലേക്ക് ആകൃഷ്ടനായ ഒരു മനുഷ്യൻ അദ്ദേഹം പറയുകയുണ്ടായി. മഹത്തരമായ ദീൻ, പക്ഷെ മഹത്തരമല്ലാത്ത മുസ്ലിമീങ്ങൾ, അതിശക്തമായ സുദൃഢമായ ദർശനം, പക്ഷെ ദുർബലമായ വിശ്വാസികൾ, ഇസ്സത്തുള്ള മതം, പക്ഷെ നിന്ദ്യത പേറുന്ന മുസ്ലിമീങ്ങൾ. ലോക ചരിത്രത്തിലെ അത്ഭുതകരമായിട്ടുള്ള ഒരു പ്രതിഭാസത്തെ കുറിച്ചാണ് പറഞ്ഞത്. നേരത്തെ പറഞ്ഞ അറേബ്യയിലെ ആ സ്ത്രീ പറഞ്ഞതുപോലെ, തറൽ ഫിത്യാന കന്നഖലി വമാ യുദ്രീക മദ്ദഖലു. ഈന്തപ്പനകൾ നിറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ അതിമനോഹരമായിട്ട് തോന്നും, പക്ഷേ നല്ല നിലയിൽ ഫലം നൽകുന്ന ഈന്തപ്പനം ഏതുണ്ട് എന്നതാണ് പ്രശ്നം. നിർണായകമായ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മുനാഫിഖുകളുടെ നിലപാടാണ് മുസ്ലിം ഉമ്മത്തിന്റെ നിലപാടെന്ന് കഅന്നഹും ഖുശ്ബും മുസന്നദ എന്ന് ഖുർആൻ പറയുന്നുണ്ട്.
മനുഷ്യന്റെ യഥാർത്ഥ വലിപ്പം അളക്കപ്പെടേണ്ടുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാളുടെ പ്രായം കൊണ്ടോ അധികാരത്തിന്റെ തണൽ കൊണ്ടോ ശരീരത്തിന്റെ വലിപ്പം കൊണ്ടോ അല്ല, മറിച്ച് അനീതിക്കെതിരെയും വഞ്ചനക്കെതിരെയും ഒരു വിശ്വാസി ഉയർത്തുന്ന കരുത്ത് എത്രയുണ്ട് എന്നതിനാണ് ഒരാളുടെ നിലപാട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സത്യസന്ധമായ നിലപാടുകൾ കൊണ്ട് ചരിത്രത്തിൽ എഴുന്നേറ്റു നിന്ന പ്രവാചകൻ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു. ഒരു സമൂഹം മുഴുവൻ തനിക്കെതിരായിരിക്കെ, ആ രാജ്യത്തെ ഭരണകൂടം മുഴുവൻ എതിരായിരിക്കെ ഒറ്റക്കെഴുന്നേറ്റ് നിന്ന് പോരാടാൻ നെഞ്ചു വിരിച്ചു നിന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അതിന് മുതിർന്നപ്പോൾ ഖുർആൻ അദ്ദേഹത്തെ വിളിച്ചത് ഉമ്മത്ത് എന്നാണ്. ഒരു കൂട്ടത്തിനാണ് ഉമ്മത്ത് എന്ന് പറയുക. ഒറ്റയ്ക്ക് നെഞ്ചു വിരിച്ച് നിലപാടോടുകൂടി നിന്നപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം ഒരു ഉമ്മത്തായി മാറിയത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇന്ന് നമ്മുടെ രാജ്യ തലസ്ഥാനം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് യഥാർത്ഥത്തിൽ ഈ വിഷയം പറയാൻ പ്രേരകമാവുന്നത്. രാജ്യ തലസ്ഥാനത്തെ തെരുവുകൾ ഇന്ന് പ്രക്ഷുബ്ധമാണ്. നമ്മൾ പലപ്പോഴും തള്ളിക്കളഞ്ഞ സാമൂഹിക പ്രതിബദ്ധതയില്ലാത്തവരെന്ന്, വായനയില്ലാത്ത ആളുകളെന്ന്, മൊബൈൽ ഫോണിൽ ചടഞ്ഞുകൂടിയിരിക്കുന്ന ആളുകളെന്ന്, കഞ്ചാവ് വലിക്കുന്ന ആളുകളെന്ന്, MDMA ആളുകളെന്ന്, ജൻസികൾ എന്ന് നമ്മൾ തള്ളിക്കളഞ്ഞ ആളുകൾ, ഒരു വലിയ സമൂഹം ഇന്ന് അനീതിക്കെതിരെ തെരുവിൽ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് സമരോത്സുകരായി എഴുന്നേറ്റ് നിൽക്കുകയാണ്. കലാലയങ്ങളിൽ ഇരിക്കേണ്ടവർ, പുസ്തകങ്ങൾ കയ്യിലേന്തേണ്ട കരങ്ങൾ അനീതിക്കെതിരെയുള്ള പ്ലക്കാർഡുകളുമായി രാജ്യത്തിന്റെ തലസ്ഥാനത്ത് ദിവസങ്ങളായി അവർ ചോര പൊടിഞ്ഞ സമരത്തിലാണ്. അവർ തെരുവിലാണ്. പഠിച്ചു മിടുക്കരാകേണ്ട വിദ്യാർത്ഥികൾ തങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന, തങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഭരണവർഗത്തിന് നേരെ ചോദ്യങ്ങൾ എറിഞ്ഞുകൊണ്ട് അവർ തെരുവിൽ ശബ്ദമുയർത്തുകയാണ്. നീറ്റ് പരീക്ഷാ വിവാദങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കേവലം ഒരു മന്ത്രിയുടെ രാജിയെയോ അല്ലെങ്കിൽ ഭരണപരമായിട്ടുള്ള വീഴ്ചയോ മാത്രമല്ല, മറിച്ച് നമ്മുടെ രാജ്യത്തിന്റെ ഭാവി നിർണയിക്കേണ്ടുന്ന യൗവനങ്ങളെ, കൗമാരങ്ങളെ ഈ ഭരണവർഗം എത്ര ലളിതമായി പറ്റിച്ചുകൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യത്തിനെതിരെ എഴുന്നേറ്റ് നിൽക്കാനുള്ള സമരോത്സുകത യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിക്ക് പ്രചോദനമാവേണ്ടതുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം ഒരു വിദ്യാർത്ഥി അദ്ദേഹം ഒരു മെസ്സേജ് അയക്കുകയുണ്ടായി. ഞങ്ങളിപ്പോൾ ലക്നൌവിലാണുള്ളത്. ഞങ്ങൾക്ക് ഡൽഹിയിലെ സമരത്തിന് പോവാൻ, ഈ മതപഠനം ഉപേക്ഷിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുക്കാൻ ഇസ്ലാമികമായ എന്തെങ്കിലും മാനമുണ്ടോ എന്ന ഒരു ചോദ്യമുണ്ട്. അതൊരു തീപ്പൊരിയുടെ ചോദ്യമാണ്. ഞാൻ പറയുന്നത്, ഒരു ഭരണകൂടം വഞ്ചിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സമൂഹം ഒരു നാടിനെ വഞ്ചിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആ നാട്ടിലെ ഭാവി യൗവനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിൽ ഉള്ളിൽ ഒരു സമരത്തി ആളിപ്പുകയുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാം പറയുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണിത്. വിദ്യാർത്ഥി സമൂഹം ഇന്നത് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. അന്യായത്തിന് മുമ്പിൽ ശബ്ദിക്കാതിരിക്കുന്നത് വഞ്ചനയാണ്. സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നത് ഈമാനിന്റെയും വിശ്വാസത്തിന്റെയും ഭാഗമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് വിദ്യാർത്ഥികൾ തെരുവിലാണ്. നാളെ രാജ്യത്തെ നയിക്കേണ്ടുന്ന ഈ പുതിയ തലമുറ ഒരുപക്ഷെ രാഷ്ട്രീയക്കാരല്ലായിരിക്കാം, വെറും പാറ്റകളായിരിക്കാം. പക്ഷെ അവർക്ക് വ്യക്തമായ അതിജീവനത്തിന്റെ രാഷ്ട്രീയമുണ്ട്. അവർ നേരിടുന്ന അവഹേളനങ്ങൾക്കും അവർ നേരിടുന്ന വഞ്ചനകൾക്കും എതിരെ ശബ്ദിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസികൾ എന്ന നിലയിൽ അവരുമായി ഐക്യപ്പെടേണ്ടുന്നത്, അവർക്ക് വേണ്ടി കൈകോർക്കേണ്ടുന്നത് വിശ്വാസികളുടെ നിലപാട് കൂടിയാണ് എന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ കുറിച്ച് പറയുന്നുണ്ട്, നിലപാടില്ലാത്ത ചില മനുഷ്യർ സമൂഹത്തിലുണ്ടാകും. ഇന്നമന്നാസു കൽ ഇബ്ലിൽ മിഅ, ഒട്ടകങ്ങളെ പോലെയാണ് മനുഷ്യർ. കുറെ ഒട്ടകങ്ങൾ ഉണ്ടായിരിക്കും. ലാ തകാദു തജിദു ഫീഹാ റാഹില, പക്ഷേ കൊള്ളാവുന്ന നിലയിൽ ഒന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒട്ടകങ്ങൾ ഈ 100 ഒട്ടകങ്ങളുടെ കൂട്ടത്തിലല്ലോ എന്ന് മുസ്ലിം ഉമ്മത്തിന്റെ വ്യക്തിത്വം നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഒച്ച വെക്കേണ്ടടുത്ത് ഒച്ച വെക്കണം, അഭിപ്രായം പറയേണ്ടടുത്ത് അഭിപ്രായം പറയണം, മുറവിളി കൂട്ടേണ്ടടുത്ത് മുറവിളി കൂട്ടണം. നിശബ്ദരായി രോഗിയെ പോലെ ജീവിക്കുന്ന ഒരു മുസ്ലിമിനെ ഇസ്ലാം പരിചയപ്പെടുത്തുന്നില്ല. അത്തരം ഒരു ഇസ്ലാമിക വ്യക്തിത്വം ഇസ്ലാമിന് അന്യമാണ് എന്നെങ്കിലും നാം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സമരോത്സുകരായി കർമ്മരംഗത്ത് സജീവമായി നിൽക്കുന്ന